അഷിതയ്ക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കി ആരായാലും അവരെ ഒരിക്കലും വെറുതെ വിടരുത്. ദുർഗയല്ലേ അഷിതയ്ക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്തത്. അവളതിലെന്തെങ്കിലും ചേർത്തോന്ന് ആർക്കറിയാം. അയ്യോ, ദുർഗയ്ക്ക് മുൻപേ അഷിതയുടെ വിവാഹം കഴിഞ്ഞു. അത് സഹിക്കാൻ വയ്യാതെ അവള് കണ്ണീ കണ്ടൊരുത്തിനെ കല്യാണം കഴിച്ച് ഇവിടെ വന്നു കയറി. ഹോ, അതും പോരാഞ്ഞ് ഇപ്പൊ അവൾക്ക് മുൻപേ അഷിത ഗർഭിണിയായതും സഹിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അവൾ എന്തോ ചെയ്തിട്ടുണ്ടോന്നാ എന്റെ സംശയം. സംശയിക്കാനുണ്ടോ? ഇതിന്റെയൊക്കെ പിന്നിലൊരാളുണ്ടെങ്കിൽ അത് അവള് തന്നെ ആയിരിക്കും. അങ്ങനെ അവള് ചെയ്താണെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടില്ല. ഇന്ന് അവളെ ഞാൻ ശരിയാക്കും. ഏറ്റടി ഏറ്റ്. വാ, നമുക്കൊന്ന് പോയി നോക്കാണ്ടി. നീ എന്താടി എന്റെ മോൾക്ക് കഴിക്കാൻ ഉണ്ടാക്കി കൊടുത്തേ? ചെറിയമ്മേ, ഞാൻ എടി ദുഷ്ടത്തി, ഇത്രയ്ക്ക് ക്രൂരത കാണിക്കുന്നു ഞാൻ കരുതിയില്ല. ഒന്നും അല്ലെങ്കിൽ നിന്റെ അനുജത്തെ അല്ലേ അഷി? ആ മര്യാദയെങ്കിലും നിനക്ക് കാണിക്കായിരുന്നില്ലേ? ഞാനൊന്നും ചെയ്തില്ല ചെറിയമ്മ. പിന്നെ എങ്ങനെയാടി എന്റെ കുഞ്ഞിന് വയ്യാതായത്? എന്റെ മോളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കൊല്ലാനല്ലേ നീ ഈ പണി കാണിച്ചേ? ദ്രോഹി! അയ്യോ, ഞാൻ മനസ്സിൽ പോലും കരുതാത്ത കാര്യ ചെറിയമ്മ പറയുന്നത്. നീ മനസ്സിൽ കരുതിയില്ല അല്ലേ? മിണ്ടരുത് നീ. നിന്നേക്കാൾ മുൻപേ എന്റെ മോൾ അമ്മയാവുന്ന എന്റെ കുശുമ്പല്ലേ നീ തീർത്തേ? നിർത്തടി നിന്റെ കളകച്ചില്. നിന്റെ ഈ അഭിനയം ഞാൻ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്തിനാ ആന്റി ദുർഗയോട് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നേ? നിന്റെ ഭാര്യ ഈ കള്ളി ചെയ്ത കാര്യത്തിന് ഇവിടെ പച്ചയ്ക്ക് കത്തിക്കാ വേണ്ട. ഞാനൊന്നും ചെയ്തിട്ടില്ല ചെറിയമ്മ. നിന്നെ ഞാൻ എന്തായി കാണിക്കുന്നേ? വേണ്ട, നിർത്ത്. വേണ്ട, നിർത്ത്. ഇനി എന്റെ ഭാര്യ ഉപദ്രവിച്ച നിങ്ങളുടെ പ്രായം ഞാൻ മറക്കും. നീ എന്താടാ എന്നെ തല്ലോ? വേണ്ടി വന്നാ തല്ലും. കിരൺ വേണ്ട, പ്ലീസ് പറയുന്നേക്ക്. താൻ ഇങ്ങനെ നിന്ന് കൊടുക്കുന്നോണ്ടാ ഇവര് തലയിൽ കയറുന്നേ. ഓഹോ, അപ്പൊ നീ എന്നെ തല്ലും? എങ്കി എനിക്കതൊന്നും കാണണമല്ലോ. അങ്ങോട്ട് എന്നെ തല്ലി അവൻ എന്ത് ചെയ്യുന്നു നോക്കട്ടെ. നീ എന്ത് ചെയ്യും? പറയുന്ന കേക്ക്. കിരൺ വേണ്ട. ചെറിയമ്മ എന്റെ അമ്മയാ. എന്നെ ശിക്ഷിക്കാൻ അവകാശമുള്ള ആള്. ദുർഗ അവരുടെ വീട്ടിൽ വളർന്ന കുട്ടിയാ. അവരുടെ കുടുംബകാര്യത്തിൽ ഞാൻ ഇനി ഇടപെട്ടാൽ അത് ദുർഗയ്ക്ക് വീണ്ടും പ്രശ്നമാവോ? എന്റെ മോളുടെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയ നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവും. നീ നോക്കിക്കോ. നമുക്ക്